എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ്സില് പ്ലസ് കിട്ടി ഫ്ലെക്സ് നോക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹം. അതൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. നമുക്ക് പറ്റുന്ന പോലെ ഇപ്പൊ ചെറിയ 2 ഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഈ കമന്റിലൊക്കെ വന്നിട്ടുണ്ട് പഴനി വഴി കൊടൈക്കനാല് പഴനി വഴി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര ഞാൻ ലാലേട്ടൻ്റെ ഇതുവരെ കണ്ടിട്ടില്ല. നമുക്ക് കണ്ടിട്ടുണ്ട്. അതുവരെ ചന്തു എന്നുള്ള പേര് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു. എന്റെ പേരും ഇപ്പം അല്ല ചന്തു ചന്തു എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് അച്ഛൻ ചോദിച്ചിട്ടുണ്ട് അമിതാഭ് ബച്ചൻ മുതൽ ഷാറുഖ് ഖാൻ വരെയുള്ള പേരുകൾ വന്നിട്ട് പറഞ്ഞു ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചു. അച്ഛനിട്ട പേരല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചന്തു അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് എപ്പോഴും ചെറിയൊരു ചന്തു എന്നുള്ള പേരിനോട് എനിക്ക് വലിയ താല്പര്യക്കുറവുണ്ടായിരുന്നു. അതുവരെ പിള്ളേരൊക്കെ കളിയാക്കുമായിരുന്നു. ചന്തു എന്ന് അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ചന്തിന്നാവുമല്ലോ. അപ്പൊ പിള്ളേർ അതൊക്കെ വെച്ച് കളിയാക്കും. അപ്പൊ എനിക്ക് നടക്കിയതായിരുന്നു വൃത്തിയുടെ തീരുന്നുള്ള സാധനമൊക്കെയാണ്. അങ്ങനെ അവിടെ ചെന്ന് കമന്റ് സെറ്റ് പുള്ളി വടിയിൽ വെച്ചിട്ട് പേര് ചോദിച്ചത് ചന്തു ചന്തു എന്ന് പറഞ്ഞു. എന്റെ കഥാപാത്രമാണ് ചന്തു. പുള്ളി ചന്തുവിനെ തൊപ്പിക്കാൻ ഡയലോഗും പറഞ്ഞായിരുന്നു. അതുകൂടെ കേട്ടപ്പോഴാണ് ഞാനവിടെ ഇവന്മാര് ഈ പിള്ളേര് കളിയാക്കണ നമ്മള് കാര്യമൊക്കെ ഉണ്ടാവും. മമ്മൂട്ടിയാണ് പറഞ്ഞേക്കണത്. പിന്നെന്താ ഒരു മോളുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ആർച്ച് ചെയ്തിട്ടാണ്. അങ്ങനെ അത് ഇടാൻ പറ്റാതെ മോളുണ്ടാവാതിരുന്നോണ്ട് അച്ഛൻ എന്റെ ചേട്ടന്റെ കൊച്ചുണ്ട് അതൊക്കെ ആർച്ച് ചെയ്യുന്ന പേരിട്ട് 5 പാക്കപ്പ് പാർട്ടി നടന്നിട്ടുള്ള ഒരു സിനിമ ഇരിക്കുന്നത്. 5 ബാക്കപ്പോ? അതായത് ഇന്ന് പാക്കപ്പായി ആർക്കും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. ബാലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് നാളെ പോവാ അല്ലെങ്കിൽ എന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെ പാർട്ടി വെച്ച് ടീം കംഫർട്ടബിൾ ആവും, വർക്ക് കംഫർട്ടബിൾ ആവും. പിന്നെ നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂളായിട്ടുള്ള മനുഷ്യനാണ്. അടിപൊളി ചില്ല് വൈബാ. പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേ ഞങ്ങളെല്ലാവരും നിൽക്കുക. സെറ്റൊക്കെ ഫസ്റ്റ് ഷൂട്ട് സെറ്റൊക്കെ കണ്ട് ഞങ്ങൾ അന്തപ്പെട്ട് നിൽക്കുക. എന്താണ് ഇങ്ങനെ ചെയ്ത് കണ്ടു താഴേക്ക് വെക്കുമ്പോ താഴേക്ക് പഴുതാരൊക്കെ പോണ്. പുള്ളി ഇതൊക്കെ പുള്ളി സെറ്റ് ചെയ്തേക്ക പഴുതാര അത് ഇത് മറിച്ചൊക്കെ. അതാണ് ഈ ഷൈജുക്കടെ വേറെ ലൈറ്റിങ്ങും. മുകളിലേക്ക് നോക്കണം നമുക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം. താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയത് ആൾക്കാരുടെ ഒരു കാര്യം പറയാനുണ്ട്. ഗുണാക്കിയത് വിചാരിക്കുന്ന സ്ഥലമൊന്നും അല്ല. ഇംഗ്ലീഷ് കഫേയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പിൽ. ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പിലൂടെ. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇംഗ്ലീഷ് കഫേ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് മഞ്ഞുമൽ ബോയ്സ് ആൻഡ് ചന്തു ആൻഡ് വിഷ്ണു. ഹലോ. ഒരു കൈ എങ്ങനെ നേക്കാം. അപ്പൊ എന്താണ് പറയൂ? സന്തോഷം, തീർച്ചയായും സന്തോഷം പറഞ്ഞറിയിക്കാനാണ്. അതെ, തിയേറ്ററിൽ പോയിരുന്നു സിനിമ കാണുന്നു, ഇടക്കിടക്ക് പോയിരുന്നു കാണുന്നു. ഞാൻ 3 തവണ 3 ദിവസത്തില് 3 പ്രാവശ്യം. ഉച്ചക്ക് പോയപ്പോ ഞാൻ മറ്റേ എവിടെ പോയത് വേറെ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. VIP ലോഞ്ച് ഇല്ലേ സിറ്റി പോൾസില, അവിടത്തെ മറ്റേ ക്രൗഡാ. ഓക്കെ ആ ക്രൗഡാ. അതവിടെ കണ്ടപ്പോ ഇതെന്താ ആരും ഒന്നൊരു എനിക്കെന്തൊരു ഡൗട്ട് പോലെ പടം ഇനി ആർക്കും ഇഷ്ടപ്പെടണല്ലേ എന്നുള്ള സാധനമൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ 10 മണിക്ക് ഞങ്ങള് ബാലു ഞാൻ കേണു കുര്യൻ എലിയൊക്കെ കൂടി ഞങ്ങള് വനിതാ വിനീതയിൽ പോയി. അവിടെ ചെന്നപ്പോ അത് വേറെ ക്രൗഡ്. അപ്പൊ എനിക്ക് കത്തി ഓക്കെ ഇതല്ല, ഇത് അവിടുത്തെ ക്രൗഡ് അങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്നുള്ളത്. അവിടെ വൻ ഇതായിരുന്നു ശരിക്കും. അങ്ങനെയുള്ള ക്രൗഡിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോ വേറെ എക്സ്പീരിയൻസ്. അതായത് നമ്മൾ തന്നെ ഇമോഷണലി ആ ഒരു സന്തോഷത്തിന്റെ പീക്കിലത്. കാരണം ഓരോ സീനിലും കൈയടിക്കുന്നു, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പരിപാടികൾ അവർ എൻജോയ് ചെയ്യുന്നു. അപ്പൊ അതേ സമയത്ത് ഇങ്ങനെ ആ ഒരു തൊട്ടപ്പുറത്തിരിക്കുന്ന ആള് തന്നെ വളരെ ഹാർട്ടിങ്ങനെ ഇരുന്ന് കാണാം. നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ നമ്മള് എഡിറ്റ് കാണുമ്പോഴാണെങ്കിലൊക്കെ നമുക്ക് ചില സ്ഥലത്ത് നമുക്ക് ചിരി വരും. ആൾക്കാർ ചെയ്ത ആളുകളുടെ നമുക്കിപ്പോ ജീൻ ചേട്ടന്റെ ബാലുവിന്റെ ഒക്കെ സാധനങ്ങൾ ചിലതൊക്കെ കണ്ടുകഴിയുമ്പോൾ നമുക്ക് ചിരി വരും. പക്ഷെ ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് കിട്ടണമെന്നില്ല എല്ലാ തമാശകളും. അപ്പൊ ഇതിന് ഞാൻ വനിതാവിൽ പോയപ്പോ ആളുകളല്ല അതിനൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മൾ വിചാരിച്ച സ്ഥലത്തൊക്കെ ആൾക്കാർ ചിരിക്കുന്നുണ്ട്, അവർ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചിരിക്കുന്നുണ്ട്. ശരിക്കും വിഷ്ണു എത്ര നാളായല്ലേ സിനിമ ശരിക്കും നമ്മൾ ഇപ്പം ഷൂട്ടാണെങ്കിലും അല്ലെങ്കിൽ കുറെ ദിവസം എടുത്തില്ലേ? 2 വർഷം 2 മാസമാണ് അങ്ങനത്തെ ഒരു കണക്കാണ് എന്റെ ഇതിലുള്ളത്. ഞാൻ ഒരു 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. AD ആയിരുന്നു അത് മുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഞാൻ 1.5 വർഷം മുമ്പാണ് ഞങ്ങളെ ഒരേ ടൈമിലാണ് കണ്ടത്. അതെ അതെ സെയിം ടൈമിനാണ്. എനിക്ക് തോന്നുന്നു 2022 ജൂലൈയിലാണ് ഞാൻ വന്നിട്ട് ആദ്യം ജോയിൻ ചെയ്യണത്. അന്ന് മുതല് ഇപ്പൊ വരെ നമ്മള് ഈ പടത്തിലാണ്. ഇതിന്റെ സെറ്റ്
അജയനാണോ? അതൊരു ഭീകരം. ഇപ്പം നോർമലി ഒരു സിനിമ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ സെറ്റിന് അതിൻ്റെതായ ചില സംഭവങ്ങളും കയറും. പക്ഷേ ഇത് വളരെയധികം എഫോർട്ട് എടുത്ത് അത് കാണുമ്പം അത്രയ്ക്കും റിയൽ നല്ല അതുക്ക് മേലെ എന്ന് നമുക്ക് തോന്നിക്കുന്ന സെറ്റും പരിപാടിയാണ്. അത് നിങ്ങൾ തന്നെ കണ്ടപ്പോൾ എന്താണ് തോന്നിയത്? ഒരു ഡീറ്റെയിലിംഗ് ആണ്. അതാണ് ചെറിയൊരു ചെടിയായ പോലും പൂപ്പലായ പോലും. ഞങ്ങൾ ഷൂട്ട് നടന്നോണ്ടിരിക്കുമ്പോ ഞങ്ങളെല്ലാവരും നിൽക്കുക. സെറ്റൊക്കെ ഫസ്റ്റ് ഷൂട്ട് സെറ്റൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അന്തപ്പെട്ട് നിൽക്കുക. എന്താണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു. താഴേക്ക് വെക്കുമ്പോ താഴേക്ക് പഴുതാരൊക്കെ പോണ്. പുള്ളി ഇതൊക്കെ സെറ്റ് ചെയ്തേക്ക പഴുതാര അത് ഇത് മറ്റു മറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവില്ല ഇത് സെറ്റ് അല്ലെന്നുള്ളത്. മേളിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കാരണം ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തേക്ക. പക്ഷെ നമ്മൾ താഴെ നോക്കുമ്പോ അതാണ് ഈ ഷൈജൂക്കടെ വേറെ ലൈറ്റിങ്ങും. മുകളിലേക്ക് നോക്കണം, നമുക്ക് ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കാം. താഴെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചൂടാക്കിയത്. അത് ഓരോ ഇതിനനുസരിച്ച് പ്രൊഫഷൻ അനുസരിച്ച് ലൈറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. എല്ലാം സമയം മാറുന്നതനുസരിച്ച് ലൈറ്റ് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ ഇല്ലാത്ത ചെയ്യണമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഇൻസിഡന്റ് ഉണ്ടാകുന്ന തൊട്ട് മുമ്പ് നിങ്ങളെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു സീൻസ് കുറെ ഉണ്ടല്ലോ. അപ്പൊ അതിലൊരു മരം ഉണ്ടല്ലോ, കുറെ ചില്ലകളല്ലോ, നിങ്ങൾ എല്ലാരും കയറി. അത് ആ മരം ആക്ച്വലി സെറ്റ് അല്ലേ? അത് സെറ്റാണ്. അത് പിന്നെയാണ് അതെങ്ങനെ കയറി ഇത്രയും പേര് എന്ന് വെച്ചാൽ അതൊരു ടെൻഷൻ. അത് അജയേട്ടനിലുള്ള വിശ്വാസമാണ്. നമ്മള് കയറി അതിനപ്പുറം അത് വീണിട്ടുണ്ടെങ്കിൽ നമ്മള് കൊക്കയിലേക്കാണ് തീർന്നു ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ അജയേട്ടനിൽ വിശ്വസിക്കാന്നുള്ളതാണ്. നമ്മള് സാധനം കാണുമ്പോ ആദ്യം കണ്ടപ്പോ തന്നെ ഇത് ഒറിജിനൽ മരമാണ് നമ്മൾ വിശ്വസിച്ചു. നമ്മൾ അതിൽ കയറുകയാണ് അവിടെ. പിന്നെ അജയേട്ടൻ ചെയ്ത മരമാണല്ലോ, ഇത് വീടില്ലാന്നുള്ളൊന്നുമില്ല. നമ്മള് സാധാരണ ഇതെല്ലാം ഇതിന്റെ അപ്പുറം ഇരിക്കും. അപ്പൊ അത് അങ്ങോട്ട് കയറി ചെയ്യാം. ശരിക്കും നിങ്ങൾ ഈ ഷൂട്ടും ഒക്കെ എൻജോയ് ചെയ്ത് കഴിഞ്ഞ് ശരിക്കും എക്സ്പെക്ട് ചെയ്തിരുന്നു ഈ ഒരു സംഭവം അതിന്റെ ഡബിൾ ത്രിബിൾ കയറി വരും എന്നുള്ളത്? അത് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഇത് നമ്മള് ആഗ്രഹിച്ചിരുന്നതാണ്, ആഗ്രഹിച്ച സംഭവം. നമ്മള് ഇങ്ങനെ വന്നോന്നുള്ളത് നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ്. അതുകൊണ്ടൊക്കെ നല്ല ടെൻഷനായിരുന്നു റിലീസിന് മുമ്പൊക്കെ. അത് ഉറങ്ങാറൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി എല്ലാവരും അങ്ങോട്ട് വീണ്ടും ഫോൺ വിളിച്ചിട്ട് എന്താണ് എവിടെയാണ് ചോദിച്ചിട്ട് അങ്ങനെ. ഞാനിപ്പോ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് ശ്രീരാഘേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി നടന്ന് പണിയെടുക്കുക. ശ്രീരാഘേട്ടൻ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിയായിരുന്നു, ചെറിയൊരു ആക്സിഡന്റ്. പക്ഷെ എന്നിട്ട് കൈക്ക് ഹോസ്പിറ്റലിൽ പോവാതെ പുള്ളി DAയില് പോയേക്കായിരുന്നു. പക്ഷെ ഐജുക്കാ പോയി ഡ്രസ് ചെയ്തിട്ട് കാണാന്ന് പറഞ്ഞത് ചോരയെ കുറിച്ച് വന്നേക്കാ. ഞാനും അഭ്യർത്ഥന കൂടി ഓടിപ്പടച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ റൂമിൽ ആളില്ല. എവിടെ? മുകളില് ആള് ഇന്നാണ് പോയേക്കണത്. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആണെങ്കിൽ ഷൂട്ടിംഗ് ആണെങ്കിൽ പോലും ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ എല്ലാ ദിവസവും ഷൂട്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒരു പെർട്ടിക്കുലർ അവേഴ്സ് അല്ലേ, 3 മണിക്കൂറോ? കൊടൈക്കനാലിലും പിന്നെ മഞ്ഞുമല്ല പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. അതെ, സെറ്റില് നമുക്ക് ഫുൾ ഡേ വർക്ക് ഉണ്ടാവും. അപ്പൊ ഈ ഇമോഷണൽ സീൻസ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് തീർച്ചയായിട്ടും ആ ഒരു ക്യാരക്ടർ പരിപാടി നമ്മൾ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അവിടെ ഫ്രീ ആണ് എന്ന് വേണമെങ്കിൽ വെച്ചോ. ആ സമയം എക്സ്പ്ലോർ ചെയ്യുന്ന സമയം അടിച്ചുപൊളി. അതിന്റെ ഒരു അത് രണ്ടും വിഷ്ണു കുറച്ച് മറ്റേ മെത്തേഡ് പിടിച്ചിട്ട് മറ്റേ ഇങ്ങനെയൊക്കെ ഇരിക്കും, ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാൻ വർക്ക് ചെയ്ത് വന്നേക്കണ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിന്റെ ഒപ്പമാണ് ആക്ച്വലി. അപ്പൊ എന്നെ പണ്ട് മുതൽ ഞാൻ അങ്ങനെ വേറൊരു തിയേറ്റർ പരിപാടി അങ്ങനെ ഒരു സാധനം ഒന്നും സ്കൂളിലോ കോളേജിലൊന്നും വെച്ചിട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഡാൻസ് ഒക്കെ കളിക്കുമായിരുന്നു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഇപ്പൊ പടയുടെ ഡയറക്ടർ ഉണ്ട് കമൽ, പുള്ളിയും മധു നീലകണ്ഠൻ സാറും കൂടി ഒരു ഷോർട്ട് ഫിലിം എടുത്തപ്പോൾ അതിലാണ് ആദ്യമായിട്ടൊരു ഇത് ചെയ്യണത്. അപ്പൊ എന്നെ ആ സമയം മുതലൊക്കെ ഇങ്ങനെ അവരുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്നോട് ഇങ്ങനെ, ഞാനും വേറൊരു ലേഡി ആയിട്ടുള്ളൊരു ഫോറിനറുണ്ട്, രണ്ടുപേരും മാത്രമല്ല. അപ്പൊ എന്നെ പഠിപ്പിച്ചേക്കണതൊക്കെ എങ്ങനെയാണ്, വേറെ ആരുമായിട്ടും ഇന്ററാക്ട് ചെയ്യരുത്, നിങ്ങളൊന്ന് രണ്ടുപേരും ഒന്ന് അതായത് കൂടുതലൊന്നും അടുത്ത് മിങ്കിൾ ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാത്രം സംസാരിക്കുക, വേറെ ആരോടും സംസാരിക്കുക, അങ്ങനത്തെ ഒരു ഇത് പാറ്റേൺ. അപ്പൊ ഞാനത് ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. വിഷ്ണുവിനെ ക്യാരക്ടർ ഒക്കെ പിടിച്ചിരിക്കുമ്പോ അയ്യേ ജീൻചേറിനും ബാലുവാണ് കാണിക്കണത്. ഇവനിപ്പോ വിറപ്പിക്കോട്ട് ഇവിടെ നമ്മളിരിക്കുമ്പോ ബാലുവൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക ചെയ്യാ പരിപാടിയാ. നമ്മളും അങ്ങനെ തന്നെ എല്ലാവരും അതിന്റെ പീക്ക് സ്ഥലത്ത് എത്തുന്നുണ്ട്. അപ്പൊ ചിതു വന്നിട്ട് പറഞ്ഞു, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഇനി അപ്പൊ അടുത്ത പരിപാടി എന്താന്ന് വെച്ചു. അപ്പൊ മരണ വീട്
അവിടെ എന്താണ് അവസ്ഥ അത് തന്നെ ആയിരിക്കും. അപ്പൊ ആ പീക്ക് സാധനമൊക്കെ നമ്മൾ ഇമോഷൻ പരിപാടി ചെയ്തുകൊണ്ട് കരച്ചിലായിരിക്കും. ആ സാധനം ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ സാധാരണ എങ്ങനെയാണോ കരഞ്ഞിട്ട് നേരെ വന്നിട്ട് ചിരിച്ചുകൊണ്ടായിരിക്കും നടന്നതൊക്കെ കൂടി. ഞങ്ങളെ സെറ്റിലേക്ക് കൊണ്ടുവരുന്നെന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഓരോരുത്തരും വാ നീ വാ അവിടെ നിന്ന് വാളൊക്കെ പറഞ്ഞ് പിടിച്ച് നമ്മുടെ തമാശയൊക്കെ പറഞ്ഞ് പരിപാടി ചെയ്യും. അത് കഴിഞ്ഞ് നമ്മളിപ്പോ തിരിച്ചു പോയി സെറ്റ് എന്ന് പറഞ്ഞിട്ട് ഹോളിവുഡ് സ്റ്റുഡിയോ പോലത്തെ ഒരു മൂഡായിരുന്നു. സെറ്റ് വർക്ക് അപ്പുറത്ത്, നമുക്ക് ഇപ്പുറത്ത് വേറെ സെറ്റപ്പ്, നമുക്ക് ചില്ല് ചെയ്യാനായിട്ടുള്ള ഏരിയ. അതായത് തമിഴ് ആർട്ടിസ്റ്റുകൾക്ക് വേറെ ഒരു ഏരിയ, അവർക്ക് ചില്ല് ചെയ്യാനായിട്ടുള്ളത്, നമുക്ക് വേറെ ഏരിയ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അത് ക്യാരവൻ സെറ്റപ്പ് ഒന്നുമല്ല, എല്ലാരും ഒരു റൂമില, അതൊരു വലിയ മുറി. അവിടെ ക്യാരംസ് കളി, യൂണോണ് കളി, അങ്ങനത്തെ ഓരോ പരിപാടികളാ. അപ്പോഴും വിഷ്ണു എൻജോയ് ചെയ്ത്, പക്ഷെ എന്നാലും ഒരു ഇതുണ്ടായിരുന്നല്ലേ? എൻജോയ് ചെയ്യാനായിട്ട് കുറച്ച് പരിമിതികളുണ്ട്. കാരണം വിഷ്ണു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയാണ്, വർക്ക് ചെയ്യണോണ്ട് അതിന്റെ ഒരു സെറ്റിൽ എനിക്ക് സെറ്റിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ റിയൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ അവര് ഉണ്ടല്ലോ സുഭാഷ്, അപ്പൊ അവരുമായിട്ടും നിങ്ങൾ കുറെ അടുത്ത് സംസാരിച്ച് നിങ്ങളും ഏകദേശം ഒരുമിച്ചെന്ന് വേണമെങ്കിൽ പറയത്തില്ലേ? പിന്നെ ഒരുമിച്ചായിരുന്നല്ലോ. അവരുടെ സ്റ്റോറിയാണ്, ദേ ആർ സീയിങ് ദം ഓൺ ദ സ്ക്രീൻ എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അത് കഴിഞ്ഞ ആ സ്പോട്ടിൽ എന്തായിരുന്നു അവരുടെ? ഇത് നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പടമാണ്, ഇത് അവർക്കുള്ള ട്രിബ്യൂട്ടാണ്, ഇത് വേറെ ആർക്കുള്ള ട്രിബ്യൂട്ട് അല്ല. ഇത് ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സിന് കൊടുക്കുന്ന, നമ്മൾ കൊടുക്കുന്ന ട്രിബ്യൂട്ടാണ്. അവരാണ് ഇത് കണ്ടിട്ട് ഹാപ്പി ആവേണ്ടത്. അവര് ഹാപ്പി ആയാല് നമ്മൾ ഹാപ്പിയാ. ഇതിപ്പോ ഒരു വലിയ സക്സസ് അങ്ങനത്തെ പരിപാടിയൊന്നും ആയില്ലെങ്കിലും അവർക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷവാന്മാരായിരുന്നു. അവരത് അക്സെപ്റ്റ് ചെയ്തു. അതാണ് ഏറ്റവും വലിയൊരു, അവർക്ക് വേണ്ടിയുള്ള സിനിമയാണത്. ഇതിപ്പോ ഇത്ര വലിയ പരിപാടി ആയിട്ടില്ലായിരുന്നെങ്കിലും നമ്മൾ ഹാപ്പി ആയിരുന്നു. അവര് ഹാപ്പി ആണെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരുന്നു. അവർക്ക് ആ ട്രോമ ഉണ്ടല്ലോ, അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാന്നുള്ളൊരു സംഭവമായിരുന്നു ഈ പടത്തിന്റെ മെയിൻ ലക്ഷ്യം. ചിതുവിനെ സംബന്ധിച്ചിടത്തോളം ചിതു അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല അവരുടെ ആ പ്രായത്തില് അല്ലേ, 10, 20, 21, 22 ആ സമയമല്ലേ, അവര് 27 തൊട്ട് ഇങ്ങോട്ട് താഴേക്കുള്ള ആൾക്കാര്. അത് നിങ്ങൾ ഓർത്തിരുന്നോ അവരെങ്ങനെ ആയിരിക്കും ഇത് കാണുമ്പോൾ? അത് നമുക്ക് അവരറിയാം, എല്ലാവരും നമുക്കറിയാം. അതുകൊണ്ട് അവരെന്തായിരിക്കും സിക്സൻ ചേട്ടൻ അങ്ങനെ എന്തായിരിക്കും പടം കഴിഞ്ഞിട്ട് ചെയ്യാൻ പോണെന്നുള്ളത് നമുക്കറിയാം. സുഭാഷ് ചേട്ടൻ എന്താ ചെയ്യണമെന്നൊക്കെ നമുക്കറിയാം. സിച്ചേട്ടൻ ഒരു പാവമാണ്, ഗ്രൂപ്പിലൊരു പാവത്താരാണ് സിച്ചേട്ടൻ. സിച്ചേട്ടൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, ഇപ്പൊ അഭിലാഷ് ചേട്ടനാണെങ്കിലും എന്തായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. നമുക്ക് അവരറിയാവുന്നിട്ട് നമ്മൾ ക്ലോസ് ആയതുകൊണ്ട് എനിക്കറിയാം. സിക്സ് ചേട്ടൻ വന്നിട്ട് മച്ചാനെ പൊളിച്ചു ആ ഒരു വൈബാണ് ബാലു. പിന്നെ ടോട്ടലി നമ്മള് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞ ജീന്റെ ക്യാരക്ടർ നമ്മൾ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഒന്നാമത്തെ കാര്യം, അതും പക്ക വേറെ വൈബ്. അത് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ജീൻചേട്ടനാണ് നമ്മുടെ സ്റ്റാർ പെർഫോമർ എന്ന് പറയാം. കാരണം ഫസ്റ്റ് ഹാഫിലൊക്കെ ജീൻചേട്ടൻ കിട്ടുന്ന ചിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണ വീട്ടിൽ ചെല്ലുന്നതും ആദ്യമായിട്ടാണ് താടി പിടിച്ച് കാണുന്നത്. ജീൻചേട്ടൻ താടി പിടിച്ച് കണ്ടിട്ടില്ല. മനസ്സിലായില്ലാർക്കും കുറെ പേരൊക്കെ പൂജക്ക് വന്ന കുറെ പേർക്ക്, അതായത് ജിഞ്ചേട്ടൻ അത്ര ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ. സൗമിക്കടെ ബാപ്പില്ലേ, ബാബുക്ക് വന്നു ലൊക്കേഷനിൽ വന്നു. നമ്മള് ഷൂട്ട് നടന്നോണ്ടിരിക്കുക. ബാബുക്ക് ചന്തു ചന്തു നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ജീൻചേട്ടനെ അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കണം ബാബുക്ക. സൗമിക്ക് ഇങ്ങനെ ബാപ്പക്ക് ജീനെ മനസ്സിലായില്ലേ? ജീൻ ഏത് ജീൻ? ലാലേട്ടന്റെ സാധനം. അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലാവുന്നത് ഇത് ജീൻചേട്ടനാണെന്നുള്ളത്. അങ്ങനെ കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല ജീൻചേട്ടൻ ഇപ്പോഴും. പിന്നെ ആസ് എ ഡയറക്ടർ ഷിതുവിനെ പറ്റി പറയുമ്പോൾ വോട്ട് യു വാണ്ട് ടു ടെൽ അബൌട്ട് ഹിം നൗ പറയുമ്പോൾ, കാരണം അതൊരു ദ ഗ്രേറ്റ് സക്സസ്. തീർച്ചയായിട്ടും അത് നമ്മള് ശരിക്കും ചിതുവിന്റെ സിനിമയാണല്ലോ. ബാക്കി ആരെന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ചിതുവിന്റെ സിനിമയാണത്. ചിതുവിന്റെ മൈൻഡിൽ വന്ന സാധനം. ഗണപതിയാണല്ലോ കാസ്റ്റിംഗ് ചെയ്തത്. അതല്ലാതെ ഇപ്പൊ നമ്മൾ അവിടെ ചെന്ന് ഇപ്പൊ കടകളിലാണ്, കടയിൽ ഇപ്പുറത്തേക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അതൊക്കെ അവിടെ ചെന്നിട്ട് നിങ്ങൾ പിക്ക് ചെയ്ത ക്യാരക്ടേഴ്സ് ആണോ? ഗണപതിയുടെ കാസ്റ്റിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആണ്. തമാശക്ക് പറയുന്നതല്ല, ഇത് ഓൾറെഡി എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പോയ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവന്റെ ഒപ്പം കാസ്റ്റിംഗ്. അപ്പോ ഇവന് ഒരു പാസിംഗ് ആയപ്പോലും നമ്മള് ഇന്ന ലുക്കുള്ള ആള് വേണമെന്ന് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല പണിയെടുത്തിട്ടുണ്ട്. നമുക്ക് ടൈമും കിട്ടി അത്യാവശ്യം വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരാളെ ആ ടൈമിൽ നമ്മള് ഗണുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ചോദിക്കേണ്ടവല്ല. എടാ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ട്, അങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നമുക്ക് അയാളെ അങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുള്ളൂ. എടാ മറ്റേ നീന്തൽ അറിയാവുന്ന ഒരു കൊച്ചിനെ
കിട്ടുമോ ഇതുപോലെ ഇരിക്കണം, ആരുടെ പോലെ ഇന്ന ആളുടെ പോലെ ഇരിക്കണം എന്നൊക്കെ അതെ. പറഞ്ഞിട്ട് അങ്ങനെ ആ സാധനം ചോദിക്കുള്ളൂ. ആ സമയത്ത് പുള്ളിക്ക് ഈ കാസ്റ്റിംഗ് പരിപാടി ഉണ്ട്, നമ്മള് കളിയാക്കുമെങ്കിലും എല്ലാരും ഉള്ളപ്പോ. പക്ഷെ പുള്ളി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിള്ളേർ ഗംഭീരമായിട്ട് ഡയലോഗ് ഇല്ല എങ്കിൽ പോലും പക്ഷെ വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തിട്ടുമുണ്ട്. അത് പക്കാ മാച്ചിങ്ങുമാണ്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവര് ട്രെയിനിങ് ഒന്നും ആക്ട് ഒന്നും ചെയ്യാത്ത ആൾക്കാരും കൂടെ അല്ലേ? ഒരാള് മാത്രമാണ് 2 പടം എന്തോ ചെയ്തേക്കണത്. ഗണുവിന്റെ അല്ല ദിലൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതായത് സുഭാഷിന്റെ ചെറുപ്പവും ഗണുവിന്റെ ചെറുപ്പം അഭിനയിച്ച പിള്ളേര് ശരിക്കും ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരാണ്. കംപ്ലീറ്റ്ലി പുതിയ ആൾക്കാരാണ്. അപ്പൊ നമ്മള് കുറച്ച് ഈ സൗബിക്കയുടെ ചെറുപ്പം ചെയ്ത ആള് ഒരു നീന്തൽ പഠിക്കാൻ പോണ സ്ഥലത്ത് നിന്ന് നമ്മള് കണ്ടിട്ട് ലുക്ക് കണ്ടിട്ട് എടുക്കണം. അവന് ഇതേവരെ ഒരു പരിപാടിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാരും കറക്റ്റ് ആയിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് പരിപാടി ചെയ്തു. അത് ഗുണമാണ് അതിനുള്ള എഫേർട്ട് എടുത്താൽ. അടിപൊളി. അച്ഛൻ ആക്ച്വലി കണ്ടിട്ട് എന്ത് പറഞ്ഞു? കാരണം അച്ഛൻ പടം കണ്ടിട്ടില്ല, കാണാൻ പോകുന്നുള്ളൂ. ആണല്ലേ? അതെ, പടം കണ്ടിട്ടില്ല, വെയിറ്റിംഗ് ആണ്. അച്ഛൻ ആദ്യത്തെ ദിവസം ഒന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. അല്ല പടം ഇറങ്ങണേന്റെ എന്താണ് സംഭവം എന്നുള്ളത്. കാരണം ഇപ്പൊ മറ്റേ നേരത്തെ ആയിരുന്നെങ്കിൽ എന്റെ കാര്യം മാത്രം നോക്കിയായിരുന്നു. മോന്റെ പടം ഇറങ്ങുന്നുണ്ട്, ഇപ്പൊ ഇത് എല്ലാവരുമായിട്ട് ക്ലോസ് ആയി കഴിഞ്ഞപ്പോ പടത്തെ അപ്പൊ സൗബിക്കാണെങ്കിലും ചിതു ആണെങ്കിലും ഗണു എല്ലാം ബാലു എല്ലാവരും ബാസിയൊക്കെ ആണെങ്കിലും ഭയങ്കര ക്ലോസ് ആണ്. അപ്പൊ എല്ലാവരും നമ്മുടെ പിള്ളേരുടെ പടമാണെന്നുള്ളൊരു സാധനമുണ്ട്. പുള്ളി ഭയങ്കര ടെൻഷനായിരുന്നു എന്താവും എന്നുള്ളത്. അടുത്തന്നെ കാണും എന്തായാലും. ഇറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇറങ്ങുന്നതിന് മുമ്പ് ചന്ദ്രനടുത്ത് ഇറങ്ങുന്നതിന് മുമ്പ് പരിപാടിയൊക്കെ അച്ഛൻ അങ്ങനെ സെറ്റിലൊന്നും പോകുന്ന ആളല്ല. ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് ചെയ്തു, കാശ് കൊടുത്ത് ആൾക്കാരെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല, സെറ്റിൽ വരുന്നുള്ളത്. അപ്പൊ അച്ഛനെ ഈ സെറ്റ് കാണാനായിട്ട് നമ്മള് വിളിച്ചായിരുന്നു. അപ്പൊ അച്ഛൻ വന്നു, സെറ്റൊക്കെ കണ്ടിട്ട് അപ്പൊ ചേട്ടനൊക്കെ കണ്ടിട്ട് അജയ കലക്കി അജയ എന്നൊക്കെ ഉള്ളൊരു സാധനമൊക്കെ അടിച്ചിട്ട് അച്ഛൻ പോയായിരുന്നു. ആ സെറ്റൊക്കെ കണ്ടപ്പോഴേക്കും അച്ഛൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. പരിപാടി പിള്ളേരെന്താ ചെയ്യണെന്നുള്ളത് വലിയ ഇതുണ്ടായിരുന്നില്ല അച്ഛന്. അച്ഛൻ കഥ കേട്ടിട്ടുണ്ടല്ലാതെ ഇതെന്താണ് ഉമ്മാരെന്തൊക്കെയാണ് ചെയ്യണത്, ഉമ്മാരെന്താണ് അടിക്കണമെന്നൊന്നും അറിഞ്ഞൂടായിരുന്നു. അപ്പൊ ഇത് സെറ്റ് കണ്ടപ്പോ തന്നെ അച്ഛന് പകുതി കോൺഫിഡൻസ് ആയി. അങ്ങനെ പിള്ളേർ ചുമ്മാ ചില്ലറ കളിയൊന്നും അല്ല കളിക്കണത്, ധാരണ കിട്ടി സെറ്റ് കണ്ടപ്പോ തന്നെ. അങ്ങനെ അത് പിന്നെ എക്സൈറ്റഡ് ആയിരുന്നു അച്ഛൻ ഭയങ്കരമായിട്ട്. എപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കലും കാര്യങ്ങളൊക്കെ കേട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ഓരോരുത്തർ വിളിക്കുന്നുണ്ട്, അച്ഛനെ വിളിക്കുന്ന ഓരോരുത്തര് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛനെ വിളിക്കുമ്പോ അത് നമുക്കൊരു ഹാപ്പിനെസ് ആണല്ലോ. അച്ഛനോട് നമ്മളെ പറ്റി പറയുമ്പോ. പിന്നെ നമ്മളിപ്പോ അച്ഛന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ്സിലെ +2 ഫ്ലെക്സ് വെക്കണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. അതൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ ഇപ്പൊ ചെറിയ 2 ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. അതെ, ഞാൻ ഏതോ ഇന്റർവ്യൂല് കേട്ടിട്ടുണ്ട് സലീമേട്ടൻ പറയുന്നത് മക്കളെ എങ്ങനെയാ സിനിമയിലോട്ട് അങ്ങനെയൊന്നുമില്ല, അവർ പഠിക്കട്ടെ, നമുക്ക് അങ്ങനെയുള്ള തോട്ട്സ് ഒന്നുമില്ല, അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു മൈൻഡ് ഇല്ലായിരുന്നില്ല ആക്ടിങ്ങിലോട്? എനിക്കുണ്ടായിരുന്നു. അല്ല എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ ഇത് തന്നെയാണ് കാണുന്നത്. ഞാനിപ്പോ വേറെ എന്തിനെ പറ്റി ആലോചിക്കാനാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കാണുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാര്, കഥ പറയാൻ വരുന്ന ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അവര് പിന്നെ അച്ഛന്റെ കൂട്ടുകാര്, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എപ്പോഴും കാണുന്നത്. എനിക്ക് ഒരു ടൈമിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളിലെ ഫ്രണ്ട്സ് അല്ലാണ്ട് പുറത്തങ്ങനെ വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല അധികം. സ്കൂളിൽ നമ്മളെ ചെറുപ്പം തൊട്ട് 1ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന കൂട്ടുകാരുണ്ട്. അപ്പൊ അവരും പിന്നെ ഉള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ അച്ഛനെ കാണാൻ വരുന്ന ആൾക്കാരാ, അച്ഛന്റെ കൂട്ടുകാരാ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ്. അച്ഛന്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യുന്നവർ അവരൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട്സ്. അവരായിട്ടാണ് സംസാരിക്കുന്നതും അവരായിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത്. സിനിമാക്കാരായിട്ട് കൂടുതൽ സംസാരിച്ച് നമ്മള് സിനിമയിൽ തന്നെ ആയി. നമുക്ക് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അച്ഛൻ പഠിക്കണം എന്നുള്ളൊരു സംഭവം പറയാം. പഠിക്കണം എന്തുകൊണ്ടും നല്ലത്. എപ്പോഴും പഠിപ്പുണ്ടെങ്കിൽ നമുക്ക് സാധനമാണ്. അതിപ്പോ സിനിമയിലാണെങ്കിലും എന്തായാലും പഠിച്ചിട്ട് തന്നെ വേണം നമുക്ക്. ചെറുപ്പം മുതലേ അങ്ങനെ ചെയ്ത് പഠിക്കാതെ ഒന്ന് സിനിമയിൽ വന്നിട്ട് എനിക്ക് തോന്നാൻ വലിയ കാര്യമുണ്ടെന്നൊന്നും തോന്നല്ല. ഒരു ഡിഗ്രി ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതാണ്. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വേണമല്ലോ. അതൊരു കോൺഫിഡൻസ് തന്നെയാണ് എപ്പോഴും. അപ്പൊ പഠിച്ചിട്ട് തന്നെ വേണം വരാനായിട്ട് ഇങ്ങോട്ട്. വിഷ്ണു, അപ്പം ഒരു മൂവി ഡയറക്റ്റ് ചെയ്യാന്നുള്ള തീർച്ചയായിട്ടും മൈൻഡിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു ഫിലിം മേക്കിംഗ് തലയിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഇതിൽ അസിസ്റ്റ് ചെയ്യണമെന്ന് അവനോട് ജാനമൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ആദ്യം സ്റ്റോറി ഒക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഇത് കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഈ പരിപാടി അന്ന് നമ്മൾ ഇത് നീയാണ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇത്രയും വലിയ പരിപാടി ആയിരിക്കും അപ്പോഴും ഞാൻ എക്സ്പെക്ട് ചെയ്യാനുള്ള. സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അത്യാവശ്യം പരിപാടികളൊക്കെ ഉള്ളതായിട്ട് തോന്നി ഉണ്ടായിരുന്നു.
പക്ഷെ ഇതെല്ലാം നമ്മൾ ഇത്രയും പേരൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഇടയിൽ ഒന്ന് പെർഫോം ചെയ്യാനായിട്ട് പറ്റുമെന്നൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് കുറവൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഓർത്തു. ആദ്യം അത് പക്ഷെ വന്ന് രണ്ടാമത്തെ അല്ല ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോ തന്നെ അതൊക്കെ പോയി. ആദ്യം എനിക്ക് അതിൽ ആ സോങ്ങിലുള്ള ഒരു സീക്വൻസ് ഉണ്ടല്ലോ, മറ്റേ കുതിരെണ്ണ തടവണം, അതായിരുന്നു ആദ്യത്തെ പരിപാടി. അല്ല അങ്ങനത്തെ ഒരു സംഭവം വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പൊ ഒരാളുടെ ഇപ്പൊ ഞാൻ എന്റെ സീൻ നന്നാക്കാനും വിഷ്ണുവിന്റെ സീൻ നന്നാക്കാനും ബാലുവിന്റെ സീൻ നന്നാക്കാനും അല്ല നോക്കണത്. നമ്മളെല്ലാവരും കൂടെ അത് മറ്റേത് മറിച്ചത് ആ പരിപാടിയാ. പിന്നെ നമ്മളതാ ഇപ്പൊ ഗണു ആണെങ്കിലും നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ ചെയ്താലാ മറ്റേ പിടിച്ചാലെന്നുള്ള സാധനമൊക്കെ പിന്നെ സ്പോട്ട് ഇംപ്രൂവൈസേഷൻ അടിക്കാണ് സാധനം. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിക്ക് മുന്നേക്ക് ഇരുന്ന് ഒരു എല്ലാരും നല്ല കണക്ട് സെറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് എല്ലാവരും. ഒരാൾ പോലും അതിൽ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാളില്ല. അതാണ് അതിന്റെ ഗ്രൂപ്പിന്റെ ഒരു ഇത്. ടീം കംഫർട്ടബിൾ ആകുമ്പോൾ വർക്ക് കംഫർട്ടബിൾ ആവും. പിന്നെ നമ്മുടെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കൂളായിട്ടുള്ള മനുഷ്യനാണ്. അടിപൊളി ചില്ല് വൈബാ. പിന്നെ നമ്മളുടെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേ സൗബിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അങ്ങനത്തെ ഒരു സാധനം തോന്നുന്നു. സൗബിക നമ്മുടെ കൂടെ നടക്കുന്ന ഒരാള്. അപ്പൊ പ്രൊഡ്യൂസർ ഇങ്ങനെ പറയുമ്പോ പിന്നെ നമ്മളെന്താണ് എന്തിനാ നമ്മൾ കൂടുതൽ ചിന്തിക്കണം? പൈസ മുടക്കി ഇതിൽ കൂടെ നിൽക്കുന്ന ആള് നമ്മുടെ കൂടെ നിന്നിട്ട് സൗബിക രാവിലെ കിടക്കുക എന്നിട്ട് പറയും അപ്പൊ പൊട്ടക്കറിയണം പൊറോട്ട ബീഫും കഴിച്ചാലോ. ഓഹോ അപ്പൊ ഞാൻ പോയിട്ട് പൊറോട്ട ബീഫും കഴിക്കും വേറെ സ്ഥലത്ത് പോയിട്ട്. അങ്ങനത്തെ ഒരു പ്രൊഡ്യൂസറാണ് സൗബിക. മനസ്സിലായി. പുള്ളിയാണ് അപ്പത്തിന്റെ പൊട്ടനെ കാശ് കൊടുക്കുന്നത്, ഈ പൊറോട്ടയുടെ ബീഫിനെ കാശ് കൊടുക്കുന്നത് പുള്ളി തന്നെയാണ്. ഈ കൊടയിൽ ഷൂട്ട് ചെയ്യുമ്പോ രാവിലെ ഒരു 6 മണി തൊട്ട് 10 മണി വരെ ഷൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ നമ്മൾ പോയിട്ട് കിടന്ന് ഉറങ്ങിയൊന്നുമില്ല. നേരെ പോയിട്ട് ചിലപ്പോ ക്രിക്കറ്റ് കളിയായിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു, വോളിബോൾ ഉണ്ടായിരുന്നു. ഇതാണ് പരിപാടി. വീണ്ടും വന്നിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യുക, തിരിച്ചു പോവുക, പിന്നെ ക്യാമ്പ് ഫയർ പരിപാടി. മൊത്തത്തില് ഭയങ്കര ഇപ്പൊ നമ്മുടെ ഷൂട്ട് ടയറിങ് ആണെന്നൊക്കെ പറഞ്ഞാലും അത് കഴിഞ്ഞിട്ട് നമ്മള് വന്നിരിക്കുവല്ലോ. നമ്മള് എല്ലാവരും കൂടെ ഒരുമിച്ചായിരിക്കുന്നത്. എല്ലാവരും ഓരോരുത്തർ റൂമിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും തിരിച്ചു വരുന്ന ഒരു ക്യാമ്പ് ഫയർ അവിടെ. അതായത് കുറച്ചുകൂടി റിലാക്സ് ആവണമെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി റിലാക്സ് ആവണേ. പിന്നെ അവര് ബാലുവിന്റെ എസ് ഉണ്ട്, സൗബിക്കയുടെ ഒറാനുണ്ടാവും, പിള്ളേര് അവരുണ്ടാവും. പിന്നെ ഫാമിലിയായിട്ട് പിന്നെ എലി, ബാലുയുടെ വൈഫ് ഉണ്ടാവും, ജാമിത്ത, റീത്തു, അസിയത്ത, ഒരുപാട് പേരുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നമ്മള് അവിടെ ഇരുന്ന് നമ്മള് സംസാരിച്ച് രാത്രിയാവും. ചില സമയങ്ങളിൽ 3 മണി 4 മണി വരെ 5 മണിക്ക് ഷൂട്ടിങ്ങിന് പോകും. പിന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ആ ടൈമിലൊക്കെ. പടയിലാണ് ഷൂട്ട്, തണുപ്പാണ്, പ്രശ്നമാണ്, പനി, ജലദോഷം, അത് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ വൈകിട്ട് നമ്മൾ വന്നിങ്ങനെ ഇരുന്നു എല്ലാവരുമായിട്ട് ഒന്ന് ചില്ല് ചെയ്ത് കഴിയുമ്പോ ഭയങ്കര സമാധാനമാണ്. പിറ്റേ ദിവസം രാവിലെ ഷൂട്ടിങ്ങിന് പോവാ. അതാണ് ഏറ്റവും എനിക്ക് തോന്നുന്നത്. ഇനി ഇതുപോലത്തെ ഒരു സിനിമ ഒന്നും നമ്മളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാലു എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമയുടെ അവസാനത്തെ ദിവസം അത് കഴിഞ്ഞ് അടുത്ത പടത്തിലേക്ക് നടികരുടെ ഷൂട്ടിങ്ങിനായിട്ട് പോവാണ്. അവിടെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാമാണ്. ബാലുവിന്റെ അടുത്ത് പറഞ്ഞു, മോനെ നിന്റെ ആദ്യത്തെ പടമോട് പറയല്ല, ഇനി ഇതുപോലൊരു പടം, ഇത്രയും കമ്പനി ആൾക്കാര് ഇതുപോലത്തെ ഒരു പടം നിന്റെ ലൈഫിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് നീ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ എല്ലാ സിനിമ സെറ്റ് ഇതുപോലെ ഇരിക്കില്ല. ശരിയാട്ടോ, നല്ലൊരു കാര്യം. അപ്പോഴാണ് എനിക്ക് കത്തിയത്. ഓക്കെ, അത് കറക്റ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ അഭിനയിച്ച സിനിമകളുടെ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ആണല്ലോ പണ്ട് തൊട്ടേ സിനിമയിലൊക്കെ കണ്ട് ഇപ്പോൾ ലാലേട്ടൻ മമ്മൂക്ക എന്നൊക്കെ പറയുന്ന. അപ്പോൾ പ്രത്യേകിച്ച് ചന്തുൻ്റെ ഒക്കെ ലൈഫിൽ നോക്കുമ്പോൾ ആ ഫസ്റ്റ് ടൈം മെമ്മറി ഇപ്പോൾ കിടപ്പുണ്ട്. അതായത് നമ്മളൊക്കെ ഒരു ഏകദേശം ഒരു ഓർമ്മ വെക്കുന്ന ടൈമിൽ ഇപ്പോൾ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ കണ്ട ഒരു ഫസ്റ്റ് നമ്മളെപ്പോഴും ഓർക്കുമല്ലോ. തീർച്ചയായിട്ടും ഞാൻ ലാലേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല. ലാലേട്ടനെ ഇതുവരെ കണ്ടിട്ടില്ല. ആണോ? മമ്മൂക്ക കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യം ഫസ്റ്റ് കണ്ടത് തൊമ്മനും മക്കളും സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ടാണ് ഞാൻ മമ്മൂക്കിനെ ആദ്യമായിട്ട് കാണുന്നത്. സെറ്റില് എന്നെ പിടിച്ച് മടിയിൽ പിടിച്ചെടുത്തിട്ട് ഫോട്ടോ എടുത്ത് അത് എന്നിട്ട് എന്റെ അടുത്ത് പേരെന്താ ചോദിച്ചു. അപ്പൊ ചന്തു. അതുവരെ ചന്തു എന്നുള്ള പേര് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു. പിള്ളേര് കളിയാക്കി വിളിക്കുമായിരുന്നു. എന്റെ പേരോ അപ്പൊ അല്ല, ചന്തു എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നോട് അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഏത് പേര് വേണോന്നൊക്കെ. പേര് ഇടുന്നതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഒഫീഷ്യലി പേര് ചേർക്കുന്നതിന് മുമ്പ് ചോദിച്ചു. അമിതാഭ് ബച്ചൻ മുതൽ ഷാറുഖ് ഖാൻ വരെയുള്ള പേരുകൾ വന്നിട്ട് പറഞ്ഞു ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചു. അച്ഛനിട്ട പേരല്ലേന്ന് വെച്ചിട്ട് ഞാൻ ചന്തു അക്സെപ്റ്റ് ചെയ്ത്. പക്ഷെ എനിക്ക് എപ്പോഴും ചെറിയൊരു ചന്തു എന്നുള്ള പേരിനോട് എനിക്ക് വലിയ താല്പര്യക്കുറവുണ്ടായിരുന്നു. അപ്പൊ ഈ തൊമ്മൻ മക്കളുടെ സെറ്റിൽ പോയി കഴിഞ്ഞപ്പോ അവിടെ ചെന്നപ്പോ
അതുവരെ പിള്ളേരൊക്കെ കളിയാക്കുമായിരുന്നു. ചന്തു ഒന്ന് അക്ഷരം മാറ്റി കഴിഞ്ഞാൽ ചന്തിന്നാവുമല്ലോ. അപ്പൊ പിള്ളേരെ അതൊക്കെ വെച്ച് കളിയാക്കും. അപ്പൊ എനിക്ക് നടക്കില്ലായിരുന്നു, വൃത്തിയുടെ തീരുന്നുള്ള സാധനമൊക്കെയാണ്. അങ്ങനെ അവിടെ ചെന്ന് സമരവേള സെറ്റ് ചെയ്ത പുള്ളി വടിയിൽ വെച്ചിട്ട് പേര് ചോദിച്ചത് ചന്തു. ചന്തു എന്ന് പറഞ്ഞു. ഓ എന്റെ കഥാപാത്രമാണ് ചന്തു. അപ്പൊ ഓ ഇത് അങ്ങനെയാണല്ലേ പുള്ളി ചന്തുവിനെ തൊപ്പിക്കാൻ ഡയലോഗും പറഞ്ഞത്. അതുകൂടെ കേട്ടപ്പോഴാണ് ഞാനവര് ഇതാണ് എന്റെ പേരിന്റെ പരിപാടി. ഇവന്മാര് പിള്ളേര് കളിയാക്കണ നമ്മള് കാര്യമൊക്കെ ഉണ്ടാവും. മമ്മൂട്ടിയാണ് പറഞ്ഞേക്കണത്, പിന്നെന്താ പോരെ ആ കുഞ്ഞു ചിന്തയിൽ ചെറിയ മമ്മൂട്ടിയെ പറഞ്ഞേക്കണ നമ്മളോട്. അവിടെ നിന്നാണ് കോൺഫിഡൻസ്, ചന്തുവിന്റെ പേരിലൊരു കോൺഫിഡൻസ് സാധനം കിട്ടണം. അനിയന്റെ പേരറിയാം, ആരോമലിനാണ്. സെയിം വടക്കം പാട്ട് ലൈനാണ്. സെയിം സാധനം തന്നെയാണ്. ഒരു മോളുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ആർച്ച് ചെയ്യുന്നിട്ടാണ്. അങ്ങനെ അത് ഇടാൻ പറ്റാതെ മോളുണ്ടാവാതിരുന്നോണ്ട് അച്ഛൻ എന്റെ ചേട്ടന്റെ കൊച്ചുണ്ട്, അവർക്ക് ആർച്ച് ചെയ്യുന്ന പേരിട്ട് വിട്ടുകൊടുത്തില്ല. അത് കൊടുത്തില്ല, ആർച്ച് ചെയ്യുന്ന. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇപ്പൊ ആ സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും അച്ഛൻ്റെ ഡയലോഗുകൾ ഭയങ്കര ഹിറ്റുകളാണല്ലോ. നമ്മൾ ചിലപ്പോൾ ചില ഡയലോഗുകൾ എത്ര കണ്ടു കഴിഞ്ഞാലും മടുക്കത്തില്ല. ചില ആക്ടേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം. അങ്ങനെയാണ് അച്ഛൻ്റെ ഡയലോഗ്സ്. ഇപ്പോൾ സനിവേട്ടനെ നോക്കുമ്പോൾ അപ്പോൾ ആ സമയത്ത് പിള്ളേർ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിലാണെങ്കിലും ആ ഡയലോഗ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ നിങ്ങൾ? അല്ലെ ചന്തുവിൻ്റെ അടുത്ത് അങ്ങനെയുള്ള ഫൺ? അത് എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഭയങ്കര, ഞാനായിട്ട് ഭയങ്കര ഒരേ ഫ്രണ്ട്സാണ്. 1ാം ക്ലാസ് തൊട്ട് എനിക്ക് സെയിം ഫ്രണ്ട്സാ. അപ്പൊ നമ്മൾ തമ്മിൽ വേറൊരു ഇതാ. അപ്പൊ നമ്മള് അച്ഛന്റെ ഡയലോഗ് പറയും, എല്ലാം പറയും, നമ്മളെല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ആൾക്കാര്. അപ്പൊ അതൊന്നും ചെറുപ്പത്തിലൊന്നും നമ്മളങ്ങനെ അവരെന്നെ വേറൊരു ഔട്ട്സൈഡർ ആയിട്ടൊന്നും കണ്ടിട്ടൊന്നുമില്ല. സിനിമാ സെറ്റിൽ ഞാൻ പോവാറില്ല, പോയിട്ടില്ല, അങ്ങനെ പോവാറില്ല. നമ്മൾ പോകുന്ന സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലങ്ങളുടെ ജീൻ ചേട്ടനൊക്കെ ഉള്ള സെറ്റ് ആയിരിക്കും. ജീൻ ചേട്ടൻ എനിക്ക് ചെറുപ്പത്തിലാണ് പരിചയം. പിന്നെ വലുതായതിനു ശേഷം പിന്നെ സെറ്റിലൊന്നും പോവാറില്ല അങ്ങനെ. അപ്പൊ ജീൻ ചേട്ടനെ ഞാൻ പിന്നെ കാണുന്നത് ഞങ്ങള് വടംവലി പ്രാക്ടീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോഴാണ് ഞാൻ ശരിക്കും എനിക്ക് ഈ പടത്തിലുള്ള ആൾക്കാരല്ലേ അതിൽ എനിക്ക് കുറച്ചു നേരത്തെ അറിയാവുന്നത് സൗബിക്കനെയാണ്. സൗബിക്കാണ് എന്നെ ആദ്യം കണ്ട് സംഭവം ഉണ്ട് നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സൗബിക്കനെ നമ്മളെ ഇതിനകത്തേക്ക് കൊണ്ടുണ്ട്, സിനിമയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി നടത്തുന്നത് സൗബിക്കാൻ. സൗബിക്കനെ എനിക്കറിയാവുന്നത്. സൗബിക്ക മ്യാവൂല് അച്ഛന്റെ കൂടെ ഞാൻ ദുബായി പോയപ്പോഴും പിന്നെ യമണ്ടം പറയുന്ന കഥയില് അവിടെയൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിചയമാണ് സൗബിക്കായിട്ട്. അപ്പൊ അങ്ങനെ സൗബിക്ക നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നത്. പിന്നെ ഉള്ളത് എനിക്ക് അറിയാവുന്ന ആൾക്കാരെ ജീൻ ചേട്ടനെ അറിയാം, ചെറുപ്പത്തിലുള്ള പരിചയം. കുഞ്ഞായിരിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഇതാ. ജീൻ ചേട്ടന അവിടെ വെച്ച് കാണുന്നു, മഞ്ഞുമല്ലിൽ വെച്ചിട്ട് നമ്മള് വടംവലി പ്രാക്ടീസിന് പോയപ്പോ ജീൻ ചേട്ടനെ കാണുന്നു. ബാലുവിനെ ആണെങ്കിലും അവിടെ മഞ്ഞുമല്ലിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ട് ഉണ്ടാവണേ. അതൊരു ഭയങ്കര ബോണ്ടായിരുന്നു. അത് ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ് ഇങ്ങനത്തെ ഇത്രയും നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയതിന്റെ പേരില്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. അപ്പൊ ചിതുവായിട്ട് പോലും ഞാൻ കമ്മട്ടിപ്പാടം കഴിഞ്ഞിട്ട് അങ്ങനെ വലിയ സംസാരമോ കാര്യങ്ങളോ. പിന്നെ റീചാർജ് ചെയ്യാൻ പൈസ വെച്ചാൽ കൊടുക്കാത്ത ആളായിട്ട് ചിതു കമ്പനിയൊക്കെ ചിതു പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂല്. റീചാർജ് ചെയ്യാൻ പൈസ ഒക്കെ ചോദിച്ചു കഴിയുമ്പോ പ്രൊഡക്ഷനിലാണ് വർക്ക് ചെയ്യാം. അപ്പൊ ചിതു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പൊ കാശൊക്കെ ചോദിക്കുമ്പോ റീചാർജ് 100 രൂപ ചോദിക്കുമ്പോ ഭയങ്കര ചാടായിരിക്കും. അപ്പൊ അത് ചിതു അതിനുള്ള പണി ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇതില് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ഫ്രണ്ട് സർക്കിളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു മിസ്സായ സാധനമൊക്കെ ഭയങ്കരമായിട്ടും മനസ്സിലാവും. പക്ഷെ സാധനം സെറ്റായി. സിനിമ എന്നുള്ളൊരു സംഭവം തന്നെ ആയിരിക്കുമല്ലോ ചന്തുവും ഇനിയൊരു മൈൻഡിൽ നോക്കുന്നത്. അപ്പോൾ ഒരു നല്ല ക്യാരക്ടർ തീർച്ചയായിട്ടും ഇപ്പം നേരത്തെ ബാലു പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, എടാ ഈ ഒരു സംഭവം ഇനി ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും. കിട്ടില്ല, ഇത് ആൾക്കാർ തന്നെ ഒരുമിച്ച് വരണം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു സംഭവം ഉണ്ടാവുന്നത്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം ആളുകൾക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷെ അത് അങ്ങനത്തെ ഒരു സെറ്റ് ആയിരുന്നു. അത് അതാണ് സാധാരണ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോ ഇതൊന്ന് തീർന്നിട്ട് റിലീസ് പരിപാടി അങ്ങനത്തെ ഒരു സാധനം ഷൂട്ട് തീരല്ലേ എന്നൊക്കെ ആയിരുന്നു. 5 ബാക്കപ്പ് പാർട്ടി നടന്നിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും. 5 ബാക്കപ്പോ? അതായത് ഇന്ന് ബാക്കപ്പായി. അത് ജീൻചേട്ടൻ കുറച്ച് നേരത്തെ പോയായിരുന്നു. ഷൂട്ട് തീരുന്നതിന് മുമ്പ് ജീൻചേട്ടൻ പടം നടികർ തുടങ്ങാനുള്ളതുകൊണ്ട് ജീൻചേട്ടൻ ഷൂട്ട് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടായിരുന്നു. അപ്പൊ അന്നൊരു പാർട്ടി, ബാക്കപ്പ് പാർട്ടി. അങ്ങനെ അത് അന്ന് രാത്രി എല്ലാവർക്കും പോവാനായിട്ടുള്ള ഒരു മടി കാരണം പിറ്റേ ദിവസം ഒരു പാർട്ടി കൂടെ വെച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർക്കും പോകാനൊന്നും താല്പര്യമൊന്നുമില്ല. ബാലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് നാളെ പോവാ അല്ലെങ്കിൽ എന്നുള്ളൊരു സംഭവത്തിൽ അങ്ങനെ പാർട്ടി വെച്ച്
5ാമത്തെ ദിവസം കൊണ്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതൊക്കെ റിലീസായിട്ട് 22nd ഇന്നലെ അതേ 23rd നമ്മള് മോർണിംഗ് ആണ് എല്ലാരും കൂടി പിരിയണത്. ഉച്ച ഇപ്പൊ കുര്യൻ വിളിച്ചേക്കണം അരും കുര്യൻ, എടാ എവിടെയാടാ? ഞാൻ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല, ഇങ്ങനെ ഞാനിപ്പോ സെൻട്രൽ സ്ക്വയറിലുണ്ട്, പടം കാണാനുള്ള പരിപാടിയിൽ ഇറങ്ങിയാണ്. എടാ നമ്മൾക്ക് ആക്ച്വലി ഈ ഒരാഴ്ചയെങ്കിലും ഒരുമിച്ചിരിക്കണോടാ, എന്താണായത്, എന്താണ് ഇങ്ങനെ എല്ലാരും വിളിക്കും. ഞാൻ എടാ ഇപ്പൊ പിരിഞ്ഞല്ലേ ഉള്ളു, ഒന്ന് ഉറങ്ങട്ടെ എല്ലാരും. അതാണ് അങ്ങനെ പോവാനായിട്ട് റിലീസിന്റെ അന്ന് 22ാം തീയതി നമ്മള് റിലീസിന്റെ വന്നിട്ട് ഞാൻ അബിയേട്ടൻ ബാലു എല്ലാവരും ഞങ്ങൾ കണ്ടപ്പോ തന്നെ അബിയേട്ടൻ എല്ലാം വന്നിട്ട് കെട്ടിപ്പിടിച്ച് ബാലു എല്ലാം കെട്ടിപ്പിടിച്ച്. ഞങ്ങൾ അതിന് മുമ്പ് 3 ദിവസം ഒരുമിച്ചായിരുന്നു. 3 ദിവസം ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. വന്ന ആദ്യമായിട്ട് കാണുന്ന പോലെ വന്നിട്ട് ഒരുപാട് കാലത്ത് ഇത് വെച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത്, നമ്മള് രാത്രി വരെ ഒരുമിച്ചിരിക്കുന്നു എല്ലാവരും 3 ദിവസമായിട്ട്. അതാണ് ആ ഒരു ബോണ്ടും സ്നേഹം. ഒരുമിച്ചിരുന്ന് ബാസിയൊക്കെ ആയിട്ടാണെങ്കിലും കൂടുതലും അടുക്കാൻ പറ്റിയല്ലോ. പിന്നെ ആ ഒരു ഇത് ഈ പറഞ്ഞതുപോലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി ആക്ച്വലി ഒരുപാട് വെയിറ്റിംഗ് ആയിരുന്നു. അതും ഗംഭീര വെയിറ്റിംഗ് ആയിരുന്നു. അതിപ്പോൾ ഈവൻ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ആൾക്കാർ അതിൻ്റെ ഡീകോഡിങ് അല്ലെങ്കിൽ ഇത് എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും. അത് മാത്രമല്ല നിങ്ങളുടെ സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഗുണ കേവ് അല്ലെ കൊടൈക്കനാലിലെ ഗുണ കേവിനെ ചുറ്റിപ്പറ്റിയ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. ആ വീഡിയോസൊക്കെ എടുത്ത് ജസ്റ്റ് നമ്മൾ നോക്കുമല്ലോ, സിനിമ കണ്ട ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയും, അതിൻ്റെ താഴെ മഞ്ഞുമൽ ബോയ്സ് എന്നാണ് കൂടുതൽ കമന്റ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ഞുമൽ ബോയ്സിനെ പറ്റി വേറെ തമിഴ്നാട്ടിലും ഇപ്പൊ ഷോസ് കൂടി തമിഴ്നാട്ടിലെ ആൾക്കാര് കൂടുതൽ തമിഴ്നാട്ടിലാണ് ആൾക്കാര്. ഈ സിനിമ കണ്ട ആഫ്റ്റർ എഫക്റ്റിൽ കൊടൈക്കനാൽ ഗുണ കേവ് കാണാൻ പോകുന്നവരുണ്ടാവുമല്ലോ, ഒരു കൂട്ടം ആൾക്കാർ തീർച്ചയായിട്ടും അങ്ങനെ പോണ ആൾക്കാരോട് ഉണ്ടാവാം. പോണ ആൾക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്, ഗുണ കേവ് വിചാരിക്കുന്ന സ്ഥലമൊന്നും അല്ല. അപ്പോ നമ്മള് ഒരു കാരണവശാലും അങ്ങോട്ടൊന്നും കേറാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അറിയാലോ എല്ലായിടത്തും ഒരു സിജു ഡേവിഡ് ഉണ്ടാവണമെന്നില്ല രക്ഷിക്കാനായിട്ട്. അതുകൊണ്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ പടം കണ്ടിട്ട് അതിന്റെ പേരിൽ അവർക്ക് ഒരു ശല്യം ഉണ്ടാക്കാതിരിക്കുക. അതെ, അല്ല അകത്തോട്ടല്ല, ആ ഒരു സ്ഥലം കാണാൻ പറ്റുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവിടെ അതിന്റെ ട്രിപ്പുകൾ കൂടാൻ ചാൻസ് പോലെയല്ലേ. പോസ്റ്റർ റിലീസിന് ശേഷം തന്നെ ഒരുപാട് പേര് കൊടൈക്കനാല് പോയിട്ട് മഞ്ഞുമൽ ബോയ്സ് എഴുതിയിട്ടുണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഈ കമന്റിലൊക്കെ വന്നിട്ടുണ്ട്, പഴനി വഴി കൊടൈക്കനാല് പഴനി വഴി കൊടൈക്കനാലിലേക്ക് ഒരു യാത്ര. അപ്പൊ നമ്മൾ ആ ഓരോ വഴി കൂടെ നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴും ഇവിടെ വെച്ചാണ് ബാലു അത് പറഞ്ഞത്, ഇവിടെ വെച്ചാണ് കേടു അത് പറഞ്ഞത്. ആ മൈൻഡാ നമ്മൾ അവിടെ ഇത് ഷൂട്ട് ചെയ്തത്. അങ്ങനത്തെ ഒരു സാധനം കൊടൈക്കനാൽ ഇപ്പൊ ഞങ്ങൾക്ക് ആളുകൾക്ക് ഇവിടെ അല്ലേ ബാസി കിടന്നത്, ഇവിടെ അല്ലേ ബാസി, ഈ കടയിൽ നിന്നാണ് സൗമിക്ക് ചോളം ആയിട്ടായിരിക്കും. ഈ വൈൻ ഷോപ്പിൽ നിന്നാണ് കാണിച്ചില്ല. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, അടിച്ച് പൊളിക്കാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.